ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭാരത് അരി കേരളത്തിലിറക്കിയ കേന്ദ്ര സർക്കാരിനെ കെ-റൈസ് വിപണിയിലിറക്കി നേരിടുകയാണ് സംസ്ഥാന സർക്കാർ. ഒരു കെ അരി നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഭാരത് സർക്കാർ ഭാരത് അരി ഇറക്കിയത് കൊണ്ട് തന്നെ കേരള സർക്കാർ കെ അരി ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. മാതൃഭൂമി ന്യൂസിലൂടെ ചർച്ചയാക്കിയ കെ-റൈസ് എന്ന പേര് ഉൾക്കൊണ്ട് ശബരി കെ-റൈസ് എന്ന് തന്നെ ബ്രാൻഡ് നെയിം സപ്ലൈകോ നിശ്ചയിച്ചു. മാതൃഭൂമി അതിന് ഒരു അന്വേഷണവും അതിനൊരു ഒരു ഫീച്ചറും കാണാനിടയായിട്ടുണ്ട്. മാതൃഭൂമിയുടെ മനസ്സിലെ ആശയം തന്നെയാണ് ഞങ്ങൾ നേരത്തെ ചിന്തിച്ചത്. കത്തിലൂടെ കെ-റൈസ് വിൽപ്പനയ്ക്കായുള്ള വിശദാംശങ്ങൾ സപ്ലൈകോ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ജയ കുറുവ മട്ട അരി വാങ്ങുന്നതിനായി സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകി കഴിഞ്ഞു. ശബരി കെ-റൈസിന്റെ കിലോ നിരക്ക് ഇതാണ്. ശബരി കെ-റൈസ് ജയ 29 രൂപ, ശബരി കെ-റൈസ് കുറുവ 30 രൂപ, ശബരി കെ-റൈസ് മട്ട 30 രൂപ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ മാത്രമാണ് വിൽപ്പന. റേഷൻ കാർഡ് ഉള്ളവർക്ക് കെ-റൈസ് വാങ്ങാം. ഒരു കാർഡിന് മാസം 5 കിലോ മാത്രം, അതും ഏതെങ്കിലും ഒരിനം. ഒന്നുകിൽ ജയ, അല്ലെങ്കിൽ മട്ട, അല്ലെങ്കിൽ കുറുവ. കെ-റൈസ് നൽകുന്നത് തുണി സഞ്ചിയിലാണ്. സഞ്ചിയിൽ ശബരി കെ-റൈസ് എന്ന ബ്രാൻഡ് ഡിസൈൻ ഉണ്ടാകും. കെ-റൈസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ശേഷം സപ്ലൈകോയിലൂടെ അരി വിൽപ്പന തുടങ്ങാനാണ് നിർദ്ദേശം. മേഖലാ മാനേജർമാർക്കും ഡിപ്പോ മാനേജർമാർക്കുമുള്ള കത്തിൽ ഇതെല്ലാം വിവരിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോയ്ക്ക് അരി നൽകുന്നതിന് പർച്ചേസ് ഓർഡർ എടുക്കാൻ ആരെല്ലാം മുന്നോട്ട് വരുമെന്നതാണ് ഇനി അറിയേണ്ടത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.